പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശം നയനയും വൻ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവുകയാണ്. ഇത്തവണ നമുക്ക് അമേരിക്കൻ കമ്പനിയുടെ ആ ഒരു ഓർഡർ പിടിച്ചെടുക്കണം എന്നുള്ളതും ഒക്കെ വളരെ പ്ലാനിങ്ങോട് കൂടി AN ജ്വല്ലറിക്ക് മുന്നിൽ നമ്മൾ പറക്കണം എന്നുള്ളതൊക്കെ തീരുമാനിച്ചിട്ട് അവർ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാളവികയ്ക്ക് അയച്ചു കൊടുത്ത ഡിസൈനേക്കാളും ഏറ്റവും നല്ല രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് നയന അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മാളവികയ്ക്ക് അവർക്ക് സംശയം തോന്നാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുകയും നയന അതുക്കും മേലെ എല്ലാവരുടെയും മനം കവർന്ന രീതിയിലുള്ള ഡിസൈന് വരച്ചെടുക്കുകയുമാണ്. അതേസമയം നമ്മുടെ നവ്യയും ആദർശനും നയനയ്ക്കും വേണ്ടിയിട്ട് ഈ ഒരു വിജയം വാങ്ങിക്കൊടുക്കണം, അനന്തപുരി മൂർത്തിസ് ജ്വല്ലറി വിജയിക്കണമെന്നും അതിനായിട്ടുള്ള ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ സഹായം ആദർശനും നയനയ്ക്കും ചെയ്തു കൊടുക്കണമെന്നും തീരുമാനിക്കുകയാണ്. അങ്ങനെ AN ജ്വല്ലറിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു അൺനോൺ നമ്പറിൽ നിന്നും വിളിച്ച് പറയുന്നത് പോലെ ആദർശനെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ആദർശൻ നയനയോട് പറയുന്നുണ്ട്, ഇതേതായാലും ഈ ഒരു അജ്ഞാത തരുന്ന വിവരങ്ങൾ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. എന്തായാലും നമ്മളെ ചതിക്കാനൊന്നുമല്ല ഉദ്ദേശം. എന്തായാലും AN ജ്വല്ലറിയുമായിട്ട് ആർക്കോ ദേഷ്യമുണ്ട്, അവരാണ് നമ്മെ സഹായിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്ലാനിങ് എന്താണ് എന്നുള്ളത് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡിസൈന് മാളവിക വരച്ച ആ ഒരു ഡിസൈനൊക്കെ കണ്ടെത്തിയിട്ട് അതുക്കും മേലെയുള്ള ഡിസൈൻ അവർ വരച്ചോട്ടെ എന്ന് കരുതിയിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. പക്ഷെ നയനയാണ് ഈ ഡിസൈൻ തയ്യാറാക്കി കൊടുത്തത് എന്നുള്ളതൊന്നും നവ്യ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡിസൈനൊക്കെ അവർക്ക് അജ്ഞാതക്ക് കിട്ടണമെങ്കിൽ AN ജ്വല്ലറിയിൽ പണിയെടുക്കുന്ന ഒരു സ്റ്റാഫ് തന്നെ ആയിരിക്കുമല്ലോ. അതിനിപ്പോൾ ആരാണ് നമ്മൾ അറിയാത്ത രീതിയിലുള്ള ഇനി ഏതെങ്കിലും വഴിക്ക് അവർക്ക് സംഘടിപ്പിച്ചെടുത്തതാണോ എന്നുള്ള രീതിയിലുള്ള ചിന്തയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം വന്നിരിക്കുകയാണ്. അനിയാണ് പെർഫോം ചെയ്യുന്നതെങ്കിലും പിന്നിൽ നിന്ന് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത് ആദർശം നയനയുമായിരുന്നു. അങ്ങനെ AN ജ്വല്ലറിയും മൂർത്തിസ് ജ്വല്ലറിയും നിൽക്കെ ഓർഡറിനെ കുറിച്ചിട്ട് അമേരിക്കൻ കമ്പനി സംസാരിക്കുകയും അവർ വരച്ച ഡിസൈന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് AN ജ്വല്ലറിയിലെ ഡിസൈനിനേക്കാളും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഡിസൈനായിരുന്നു നയന വരച്ചിരുന്നത്. അങ്ങനെ ആ ഓർഡർ അനന്തപുരിക്കാരുടെ ആ ഒരു അവർ സ്വീകരിക്കുകയും AN ജ്വല്ലറിക്ക് മുൻപിൽ അനിയും ഒക്കെ തലയുയർത്തി പിടിച്ച് നിൽക്കുകയും ഇത് വൻ വിജയമായി ആഘോഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഈ വിവരം നാഗേന്ദ്രൻ അറിയുകയും ആകെ സമനില തെറ്റിയതുപോലുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയുമാണ്. കാരണം ഏറ്റവും താഴെ തട്ടിൽ പോയിരുന്ന മൂർത്തിസ് ജ്വല്ലറി ഇപ്പോൾ AN ജ്വല്ലറിയുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ചെറിയ ഒരു വിജയം മാത്രം മതി AN ജ്വല്ലറിയിനേക്കാളും മുൻപന്തിയിൽ എത്താനായിട്ട്. അത് നാഗേന്ദ്രനിൽ വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുകയാണ്.